بسم الله الرحمن الرحيم هذا ذكر وإن للمتقين لحسن مآب جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب وعندهم قاصرات الطرف أتراب هذا ما توعدون ليوم الحساب إن هذا لرزقنا ما له من نفاد. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1581 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 49 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذا ذكر وإن للمتقين لحسن مآب جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب وعندهم قاصرات الطرف أتراب هذا ما توعدون ليوم الحساب إن هذا لرزقنا ما له من نفاد صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 49 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 17-ാമത്തെ ആയത്ത് മുതൽ പ്രവാചകന്മാരിൽ ശ്രദ്ധേയരായ പലരെയും പരാമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ അനുസ്മരിക്കാനും അവരിൽ നിന്ന് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുകയായിരുന്നു. ഈ 17 മുതൽ ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 84-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗം ഈ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ് എന്നത് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 49 മുതൽ 84 വരെയുള്ള ആയത്തുകളിൽ ആ ഒരു പ്രഭാഷണത്തിന്റെ ഉപസംഹാരമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ അല്ലാഹു ഈ പ്രവാചകന്മാരുടെ മാതൃകയിൽ പ്രവാചകന്മാരും അവരെ പിൻപറ്റുകയുണ്ടായ അവരുടെ അനുയായികളും അവരൊക്കെ ഉൾപ്പെടുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായ ആളുകൾ പാരത്രിക ലോകത്ത് എന്തു വിധത്തിലുള്ള ഒരു ആക്ഷേപത്താണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നതാണ് അള്ളാഹു വിവരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ആയത്തുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പഠനവിധേയമാക്കിയ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച് പ്രാഥമികമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ആ വിവരണം ആ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കപ്പെടാൻ ബാക്കി കിടക്കുകയാണ്.
ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാര് 45-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് കാണാം. വദ്കുർ ഇബാദന ഇബ്രാഹിമ വൈസ്ഹാഖ വയാഖൂബ ഉലിൽ ഐദി വൽ അബ്സ്വാർ. ഇബ്രാഹിം അലൈഹിസ്ലാമിനെയും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്ഹാഖ് അലൈഹിസ്ലാമിനെയും അദ്ദേഹത്തിന്റെ പുത്രൻ യാക്കൂബ് അലൈഹിസ്ലാമിനെയുമാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്ന് 48-ാമത്തെ ആയത്തില് വദ്കുർ ഇസ്മായില വല്യസ വദൽകിഫിൽ കുല്ലും മിനൽ അഖിയാർ എന്ന് അള്ളാഹു പറയുന്നത് കാണാം. ഈ പ്രഭാഷണത്തിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു പരാമർശം തന്നെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു അവിടെ നിർദ്ദേശിക്കുന്നത് ഇസ്മായിലിനെയും അല്യസാഴിനെയും ദൽകിഫിലിനെയും അവരൊക്കെയും തന്നെ ഉത്തമരായ മനുഷ്യരായിരുന്നു, സുഹൃതവാന്മാരായ ആളുകളായിരുന്നു, അവരെയും സ്മരിക്കുക എന്നാണ് വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു ശൈലിയിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് 3 പ്രവാചകന്മാര്. തുടർന്നുള്ള ആയത്തില് ഇസ്മായിൽ, അല്യസാൾ, ദൽകിഫിൽ വേറെയും 3 പ്രവാചകന്മാർ. ഇതിലേറെ പേരെയും നമുക്ക് പരിചയമുള്ളതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ നമ്മൾ പിന്നിട്ട ഭാഗങ്ങളിലായി ധാരാളം പരാമർശിക്കപ്പെടുന്നത് കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ 2ാമത്തെ പുത്രൻ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ പിതാവായിരുന്ന യാക്കൂബ് അലൈഹി ഇസ്ലാം, ഇവരൊക്കെ നമ്മൾ പിന്നിട്ട സൂറത്തുകളിൽ വിശദമായിട്ട് പരിചയപ്പെടുകയുണ്ടായതാണ്. എന്നാൽ വേണ്ടത്ര പരാമർശങ്ങൾ വന്നിട്ടില്ലാത്ത പ്രവാചകന്മാര് തുടർന്ന് പറയുന്ന 48-ാമത്തെ ആയത്തിലെ അല്യസവും ദൽകിഫിലും 2 പ്രവാചകന്മാർ. ഇസ്മായിൽ അലൈഹി ഇസ്ലാം തീർച്ചയായിട്ടും നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുടുംബ പരമ്പര ചെന്ന് ചേരുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലേക്കാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഉമ്മയും ഒക്കെ താമസമാക്കിയത് മക്കത്താണ്. അതിനെ തുടർന്നാണ് മക്കയിൽ ആ പ്രദേശത്ത് ജനവാസമുണ്ടായി വന്നത്. അത് കാരണമായി തന്നെ അദ്ദേഹം അബുൽ അറബ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അറബികളുടെ ഏറ്റവും പൗരാണികനായ പിതാവ് എന്ന നിലക്ക് കൂടി പരാമർശിക്കപ്പെടാറുള്ള വ്യക്തിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പൊ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പ്രവർത്തന മേഖല മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ പ്രദേശമാണ്. ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് ആ പ്രദേശത്തേക്ക് ഒരു താക്കീതുകാരനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. തുടർന്ന് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അല്യസഉം ദൽകിഫിലും ഈ 2 പ്രവാചകന്മാര് വിശുദ്ധ ഖുർആനിൽ വളരെ പരിമിതമായ സന്ദർഭങ്ങളിൽ മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. അല്യസ 2 തവണയാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് എന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ദൽകിഫിലും 2 സന്ദർഭങ്ങളിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അല്യസാഴിനെ പരാമർശിക്കപ്പെടുന്ന 1ാമത്തെ സന്ദർഭം സൂറത്തുൽ അൻആമിലെ 86-ാമത്തെ ആയത്തിലാണ്. അതുപോലെ 2ാമത് പരാമർശിക്കപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്ത സൂറത്ത് സ്വാദ് 38-ാമത്തെ സൂറത്തിലെ 48-ാമത്തെ ആയത്തിലാണ്. അതുപോലെ ദുൽകിഫിൽ എന്ന പ്രവാചകനെ പരാമർശിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പിന്നിട്ട സൂറത്തുൽ അംബിയയിലാണ്. 21-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അംബിയ. സൂറത്തുൽ അംബിയയിലെ 85-ാമത്തെ ആയത്തിലും പിന്നീട് ഇവിടെ 38-ാമത്തെ സൂറത്ത് സ്വാദിലെ 48-ാമത്തെ ആയത്തിലുമാണ്. അപ്പൊ ഈ 2 പ്രവാചകന്മാരാണ് നമുക്ക് വേണ്ടത്ര അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരങ്ങളൊന്നും ലഭ്യമായിട്ട് ഉണ്ടാവാൻ ഇടയില്ലാത്ത ആളുകൾ. വിശുദ്ധ ഖുർആനിൽ വളരെ പരിമിതമായിട്ട് മാത്രമേ ഇവരെ കുറിച്ച്
പരാമർശിക്കുന്നുള്ളൂ. അല്യസർ എന്ന പ്രവാചകൻ ക്രൈസ്തവർക്കിടയിൽ അല്ലെങ്കിൽ യഹൂദ സമൂഹങ്ങൾക്കിടയിൽ അൽ-യശർ എന്ന വിധത്തിൽ കൂടി പരാമർശിക്കപ്പെടുന്ന ഈ പ്രവാചകൻ അവർക്കിടയിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എലൈജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇസ്രായേൽ വംശത്തിലെ വളരെ പ്രമുഖനായിരുന്ന ഒരു പ്രവാചകനായിട്ടാണ് ബൈബിൾ അനുബന്ധ സ്രോതസ്സുകളിൽ നിന്ന് ഈ അല്യസർ പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇസ്രായേല്യരുടെ പ്രവാസകാലത്ത് അവർക്കിടയിൽ ദൗത്യം നിർവഹിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു. ജോർദാൻ നദീ തീരത്തെ ആബേൽ മഹോല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശത്തായിരുന്നു അദ്ദേഹം ഇസ്രായേൽ സമൂഹത്തിൽ ദൗത്യം നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തെ ക്രൈസ്തവരും യഹൂദരും ഒക്കെ വിളിക്കാറുണ്ടായിരുന്ന പേര് എലീശ. മലയാളികളായ ഈ പശ്ചാത്തലത്തിലുള്ള ആളുകൾ എലീശ പ്രവാചകൻ എന്നാണ് പരാമർശിക്കാറുള്ളത്. അത് യൂറോപ്യര് ഒന്ന് എലൈജ എന്ന പേരിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താറുണ്ട്. വേറൊരു രീതി ഏലിയാസ് എന്നതാണ്. ഏലിയാസ്, അതുപോലെ എലൈജ, എലീശ, ഇത്തരം പേരുകളിലൊക്കെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഇല്യാസ് അലൈഹിസ്സലാമുമായി ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആ ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ, ഇല്യാസ് അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തില് അവരുടെ പ്രവാസകാലത്ത് സിനായ് ഉപദ്വീപില് അഭയാർത്ഥിയായിട്ട് ഈ സമൂഹം കഴിഞ്ഞിരുന്ന കാലത്ത് അവർക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അള്ളാഹു സിറിയ, ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഒരു സന്ദർഭത്തിൽ നിർദ്ദേശിക്കുകയും അങ്ങനെ ആ കാലഘട്ടത്തിൽ സിറിയ, ഫലസ്തീൻ പ്രദേശത്ത് അദ്ദേഹം പ്രവർത്തനം നടത്തിയിരുന്ന കാലത്താണ് ഈ അല്യസർ പ്രവാചകനെ അദ്ദേഹം കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിന് ചില പ്രായോഗികമായ പരിശീലനങ്ങളൊക്കെ നൽകിയൊക്കെ ചെയ്യുന്ന കാര്യം ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഷുഐബ് അലൈഹിസ്സലാമിന്റെ അടുക്കൽ മൂസ അലൈഹിസ്സലാം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിരുന്നത് പോലെയുള്ള ഒരു ബന്ധം ഇല്യാസ് അലൈഹിസ്സലാമുമായിട്ട് ഈ അല്യസർ പ്രവാചകന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്യസർ പ്രവാചകൻ ഈ ഇല്യാസ് അലൈഹിസ്സലാമിന്റെ കൂടെ കുറച്ചു കാലം കഴിയുകയും അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ അദ്ദേഹത്തോടൊപ്പം പങ്കാളിയാവുകയൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു കാലം. അതിനെ തുടർന്ന് ഇല്യാസ് അലൈഹിസ്സലാമിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ദൗത്യം തുടർന്ന് ചുമതലപ്പെടുത്തപ്പെട്ടത് അല്യസർ പ്രവാചകനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ബൈബിൾ നൽകുന്ന ചില പരാമർശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇല്യാസ് അലൈഹിസ്സലാം അല്യസറിനെ കാണാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കർഷകൻ എന്ന നിലക്ക് 12 ജോഡി കാളകളെ ഒരുമിച്ച് തെളിച്ച് വയലുകളിൽ കന്നു കൂട്ടുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുകയുണ്ടായത്. അദ്ദേഹത്തെ തന്റെ മേലങ്കി പുതപ്പിച്ചുകൊണ്ട് കൂടെ കൂട്ടുകയും അങ്ങനെ ഏതാനും വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇല്യാസ് അലൈഹിസ്സലാമിന്റെ മരണശേഷം അള്ളാഹു അല്യസറിനെ ആ പ്രദേശങ്ങളിലെ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇസ്രായേൽ സമൂഹത്തിനിടയിൽ അക്കാലത്ത് പ്രചരിച്ച്
വേരോട്ടം നേടിയിരുന്ന വിഗ്രഹാരാധനയും അധാർമികതയും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംസ്കാരത്തിലേക്കും ഒരു ജീവിത രീതിയിലേക്കും തിരിച്ചു വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളായിരുന്നു അല്യസ പ്രവാചകൻ അവർക്കിടയിൽ നിർവഹിക്കുകയുണ്ടായത് എന്നാണ് ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ കാലം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ ഇല്യാസ് പ്രവാചകന്റെ സമകാലികനായിട്ട് കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് അവരുണ്ടായി എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാലനിർണയം നടത്താൻ സാധിക്കും. അത് യാക്കൂബ് അലൈഹിസ്ലാമിന്റെയും മൂസ അലൈഹിസ്ലാമിന്റെയും കാലശേഷമുള്ള ഒരു ഘട്ടത്തിലാണ് എന്നതാണ് ആ കാലം നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട മറ്റൊരു പ്രവാചകൻ ദുൽകിഫിലാണ്. ഈ അല്യസ എന്ന വാക്കിന്റെ ഒരു അർത്ഥവും നമുക്ക് മനസ്സിലാക്കുന്നത് ഉപകരിക്കുന്നതാണ്. അത് അല്യസ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അല്യഷ എന്നും ഇതിനൊരു ഉച്ചാരണമുണ്ട്. ഇതിന്റെ അർത്ഥസൂചന അള്ളാഹു ഹുവൽ ഖലാസ് എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹു ഹുവൻ നസീർ എന്ന അർത്ഥത്തിലാണ് കാണാൻ പറ്റുന്നത്. അള്ളാഹു മാത്രമാണ്, അള്ളാഹു അവനാണ് സഹായി. ഈ വിധത്തില് ഉള്ള ഒരു അർത്ഥകൽപ്പനയാണ് അല്യസ എന്ന പദത്തിന് നൽകപ്പെട്ട് കാണുന്നത്. അറബി ഭാഷയുമായി ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വസ്യ, ഇത്തസ എന്നൊക്കെയുള്ള അർത്ഥം അതിന് നൽകപ്പെടുന്നുണ്ട്. വസ്യ എന്ന് പറഞ്ഞാൽ വ്യാപ്തി ഉള്ളതായി, ഇത്തസ എന്ന് പറഞ്ഞാൽ വ്യാപ്തി ഉണ്ടാക്കി. അതുപോലെ ധന്യനായി, സാറ ഖനിയൻ എന്ന അർത്ഥത്തിലും ഈ പേര് പരാമർശിക്കപ്പെട്ട് കാണുന്നുണ്ട്. ഇത് ഹജ്ജിലൊക്കെ നിർവഹിക്കപ്പെടുന്ന സഅയ് എന്ന കർമ്മമുണ്ടല്ലോ, ആ പദവുമായിട്ട് അല്യസ എന്ന ആ പേരിന് ബന്ധമുള്ളതായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോ പിന്നീട് നമുക്ക് ഈ ദുൽകിഫൽ പ്രവാചകനെ കുറിച്ചാണ് ഇവിടെ അതിന്റെ നോമിനേറ്റീവ് കേസിൽ പറയുമ്പോൾ ദുൽകിഫൽ എന്നാണ്, ഇവിടെ ദൽകിഫൽ എന്നാണ് ഉണ്ടാവുക. വ്യാകരണപരമായിട്ട് ആ രൂപത്തിലാണ് വരിക. അപ്പോ ഈ പ്രവാചകനെ, ദുൽകിഫൽ പ്രവാചകനെ പൊതുവെ ക്രൈസ്തവ യഹൂദ ലോകത്ത് അറിയപ്പെടുന്ന ഇസക്കിയേൽ എന്ന നിലക്കാണ്. ഇസക്കിയേൽ പ്രവാചകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോ ഇദ്ദേഹത്തെ 2 തവണയാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. പൗരാണിക കാലത്ത് മെസപ്പൊട്ടോമിയയില് ദൗത്യം നിർവഹിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തിന്റെ ആ പ്രദേശത്തെ, ഇറാഖിലെ മെസപ്പൊട്ടോമിയ പ്രദേശത്ത് അവര് പ്രവാസത്തിലായിരുന്ന ഒരു കാലത്താണ് അവർക്കിടയിൽ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മെസപ്പൊട്ടോമിയ ഇറാഖിന്റെ ഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ബൈബിളില് ഇദ്ദേഹത്തെ പരാമർശിക്കുന്ന ഇസക്കിയേൽ എന്ന വിധത്തിലാണ്. അപ്പൊ ഇസ്രായേൽ സമൂഹത്തിന് നേരിടേണ്ടി വന്ന ധാർമ്മിക ച്യുതിയും വിശ്വാസപരമായ തകർച്ചയും ഒക്കെ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടിയിരുന്നത്. അപ്പോ ദൽകിഫൽ എന്നതിന്റെ ആ പേരിനും ഒരു ശ്രദ്ധേയമായ ഒരു അർത്ഥസൂചനയുണ്ട്. സാഹിബുൻ നസീബ് എന്നാണ്, എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ മയ്യഹ്തമിലുൻ നസീബ് എന്നൊക്കെയാണ് അറബിയിൽ ഈ ദൽകിഫൽ എന്ന പേരിന് അതിന്റെ അർത്ഥമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു. അതുപോലെ മിക്ക പ്രവാചകന്മാരുടെയും പേരുകൾക്ക് ഇതുപോലെ ആശയപരമായ വലിയ പ്രാധാന്യമുള്ള അർത്ഥമുണ്ട് എന്ന് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിന് പരിശോധിച്ചാൽ കാണാം അബുൽ ജുംഹൂർ എന്ന വിധത്തില്, അല്ലെങ്കിൽ
അൽ അബുർ റഫീർ, അൽ അബുൽ മുഖറം എന്നൊക്കെയുള്ള വിധത്തില് അതിന് അർത്ഥകൽപ്പന നൽകപ്പെടുന്നത്. ഭൂരിപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെയും പിതാവായ പ്രപിതാവ്, മാനവകുലത്തിന്റെ ഒരു പാട്രിയാർക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകപ്പെടുന്നത്. ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന പേരിനും അതുപോലെ ചിരിക്കുന്നവൻ എന്നൊരർത്ഥാണുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഉമ്മ സാറ റളിയല്ലാഹു അൻഹ ഇദ്ദേഹത്തിന്റെ ജനനത്തിന്റെ സാധ്യതയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷ വാർത്ത നൽകപ്പെട്ടപ്പോ ചിരിച്ചൊരു കാര്യം ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആ ഒരു ബന്ധം ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ പേരിനുണ്ട്, ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കപ്പെടുന്നു. യാക്കൂബ് അലൈഹിസ്ലാം എന്ന പേരിനും ഇതുപോലെ ഒരു അർത്ഥസൂചനയുള്ളത്. അഖബ് എന്ന് പറഞ്ഞ തുടരെ വരിക, അല്ലെങ്കിൽ ക്ലോസ് അറ്റ് ഹീൽസ് എന്നൊക്കെയുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷന്റെ മീനിങ് ആണ് ഈ യാക്കൂബ് എന്ന വാക്കിന് കാണാൻ കഴിയും. അതിൽ നിന്നാണ് യാക്കൂബ് വരുന്നത്, തുടർന്നു വരുന്നവൻ. അല്ലദി യുഅഖിബു, അല്ലദി യത്തബിഉ, അല്ലദി യഖ്ലിഫു എന്നൊക്കെയുള്ള വിധത്തിലാണ് അതിന് അർത്ഥം നൽകപ്പെട്ട് കാണുന്നത്. അപ്പോ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് വേറെയും ഒരു പേരുണ്ടായിരുന്നു, നമുക്കൊക്കെ അറിയുന്നതാണ്. അദ്ദേഹം ഇസ്രായേൽ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടവൻ, അല്ലെങ്കിൽ അള്ളാഹുവിനായി സമർപ്പിക്കപ്പെട്ടവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഇസ്മായിൽ എന്ന പേരിനും അതുപോലെ ഒരു അർത്ഥ സൂചന നൽകപ്പെട്ട് കാണുന്നത്. ഇസ്മായിൽ എന്ന് പറഞ്ഞ യസ്മഉല്ലാ, അള്ളാഹുവിനെ കേൾക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇസ്തജാബ് അല്ലാഹ്, അള്ളാഹുവിന് ഉത്തരം നൽകിയിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് നൽകപ്പെടുന്നത്. അപ്പോ അതുപോലെ അയ്യൂബ് എന്ന പേരിനും നിരന്തരമായി പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ എന്ന ഒരർത്ഥം അതിന് നൽകപ്പെടുന്നത് കാണാൻ കഴിയും. ആബ എന്ന വാക്കിൽ നിന്നാണ് യഊബു എന്ന ഫോമൊക്കെയാണ് അതിന് വരുന്നത്. അതിന്റെ വേറെ രൂപമാണ് അയ്യൂബ് എന്നതും കാണാൻ കഴിയും. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ സഹനം എന്നത് സബ്റു അയ്യൂബ് എന്ന പേരിൽ അറബിയിലൊരു ഒരു പ്രയോഗം തന്നെയായിട്ട് പ്രചാരത്തിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലേക്ക് വരാം. അള്ളാഹു ഇവിടെ തുടർന്ന് ഈ പ്രവാചകന്മാരെയൊക്കെ പരാമർശിച്ചതിന് ശേഷം പറയുന്ന ഒരു കാര്യം, ഹാദാ ദിക്റുൻ, തീർച്ചയായിട്ടും ഇത് ഒരു ഉത്ബോധനമാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ വിവരണമൊക്കെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, ഭയഭക്തരായ ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനോട് ഭക്തി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ വിശിഷ്ടമായ ഒരു വാസസ്ഥാനമുണ്ട്. വഇന്ന ലിൽ മുത്തഖീന ഹുസ്നു മആബ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന ലഹുസ്നു മആബ്. മആബ് എന്ന് പറഞ്ഞാൽ മടക്കസ്ഥാനം, തിരിച്ചു ചെല്ലാനുള്ള ഇടം, അല്ലെങ്കിൽ അവർക്ക് തിരികെ എത്താനുള്ള അവരുടെ ഭവനം എന്നൊക്കെ ഈ അർത്ഥസൂചനകളൊക്കെയാണ് അതിനുള്ളത്. ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന ലഹുസ്നു മആബ്. ഇതൊരു ഉത്ബോധനമാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിശ്ചയമായിട്ടും മുത്തഖികൾക്കാണ് ഏറ്റവും ഉത്തമമായ മടക്കഗേഹമുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാരിൽ വിശിഷ്ടരായ പലരെയും പരാമർശിച്ചതിന് ശേഷം അവരുടെ സഹനത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവര് നിശ്ചയദാർഢ്യത്തോടു കൂടി നിലക്കൊണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആളുകൾക്ക്, ഇത്തരം മുത്തഖികൾക്ക് ഏറ്റവും ഉത്തമമായ മടക്കഗേഹമാണുള്ളത് എന്ന് ഇവിടെ വിവരിക്കപ്പെടുന്നത്. എന്നിട്ട് ആ മടക്കഗേഹം എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ. ജന്നാത്തി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, അവർക്കായുള്ള ഈ മടക്കഗേഹം, അവരുടെ അന്തിമവാസത്തിനുള്ള ഭവനം, അത് ജന്നാത്തു അദ്നാണ്,
നിത്യതയുടെ ഉദ്യാനങ്ങളാണ്. എന്നെന്നും അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉദ്യാനങ്ങളാണ് അല്ലെങ്കിൽ തോട്ടങ്ങളാണ് അവർക്കായിട്ടുള്ള ഈ മടക്കഗേഹം. ജന്നാത്തി ആദനി, അത് മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, അതിന്റെ കവാടങ്ങൾ അവർക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കുകയാണ്. കവാടങ്ങൾ തുറന്നു കിടക്കുന്ന, അവർക്കായിട്ട് തുറന്നു കിടക്കുന്ന എന്നാണ് പറയുന്നത് കേട്ടോ. മുഫത്തഹത്തൻ ലഹും, ആ ലഹും ഇതിനോട് ചേർത്ത് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഫത്തഹത്തൻ ലഹും അൽ അബ്വാബ്, അതിന്റെ കവാടങ്ങൾ, അതിന്റെ വാതിലുകളൊക്കെ ഇവർക്കായിട്ട് തുറന്നു കിടക്കുന്ന വിധത്തിലുള്ള നിത്യതയുടെ ഉദ്യാനങ്ങളാണ് അവരുടെ അന്തിമ ഗേഹങ്ങളായിട്ട് അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നത്. അപ്പൊ ഇവിടെ കവാടങ്ങൾ തുറന്നു കിടക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അവര് തിരികെ ആ ഉദ്യാനങ്ങളിലേക്ക് ആനയിക്കപ്പെടുന്ന സന്ദർഭത്തില് അങ്ങോട്ട് പ്രവേശിക്കാൻ എന്തെങ്കിലും തടസ്സം നേരിടുകയില്ല. അവരെത്തുന്ന മുറക്ക് കവാടങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടും, അവര് വളരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കപ്പെടും എന്നൊക്കെയുള്ള അർത്ഥമാണ് നമുക്ക് ഈ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ് എന്ന പ്രയോഗം നൽകുന്ന സൂചന. അപ്പോ ഈ മുത്തഖികളാണ് സൗഭാഗ്യവാന്മാരായത്. അവരാണ് ഏറ്റവും ഉത്തമമായ അന്തിമ ഗേഹം ഏറ്റുവാങ്ങാനിരിക്കുന്നത്. അവർക്കായിട്ട് ഈ നിത്യതയുടെ ഉദ്യാനങ്ങളുടെ കവാടങ്ങൾ തുറന്നു കിടക്കും. അവരങ്ങോട്ട് എത്തുന്നതോടെ അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കവാടങ്ങൾ അവർക്കായിട്ട് തുറക്കപ്പെടും. അതെല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന കവാടങ്ങളല്ല, അതിന് അർഹതയുള്ള യോഗ്യതയുള്ളവർക്ക് വേണ്ടി മാത്രം ആണ് ഈ ഉദ്യാനങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ഇത് നമ്മളുടെ ഭാവനയിൽ ഈ ചിത്രം ഒന്ന് കാണുന്നതിന് വേണ്ടി അതിന് ഉപകരിക്കുന്ന ഒരു വിവരണം, ആ നിലയ്ക്ക് ഇതിനെ നമുക്ക് സമീപിക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആഖിറത്തിലെ പല കാര്യങ്ങളും, അത് സ്വർഗത്തെ കുറിച്ചായാലും നരകത്തെ കുറിച്ചായാലും ഒക്കെ മനുഷ്യന്റെ ഭൗതിക ലോകത്തെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിവരണങ്ങളാണ് നൽകപ്പെടുന്നതൊക്കെ. അത് ലിറ്ററൽ ആയിട്ട് അതേ വിധത്തിലാണ് എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മളുടെ സങ്കല്പങ്ങളുടെയൊക്കെ സാധ്യതകൾക്ക് ഒക്കെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആനന്ദദായകമായിരിക്കാം, അല്ലെങ്കിൽ ഫലപ്രാപ്തിയുള്ളതായിരിക്കാം ഈ വിവരിക്കപ്പെടുന്ന കാര്യങ്ങൾ. നമുക്ക് പരിചയമുള്ള ചില പ്രതീകങ്ങളും ചില ആശയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരാൻ സാധിക്കുകയുള്ളൂ എന്നതിനാലാണ് സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള ഇത്തരം വിവരണങ്ങൾ നമുക്ക് ഖുർആനില് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ആശയങ്ങളുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് വിവരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജന്നാത്തി അദ്നിൻ മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, നിത്യതയുടെ ഉദ്യാനങ്ങളാണത്. അതിന്റെ കവാടങ്ങൾ അവർക്കായിട്ട് തുറന്നു കിടക്കുന്ന വിധത്തിലാണ്. മുത്തഖിഈന ഫീഹ, സ്വർഗത്തിലെ ഈ ജന്നത്തിലെ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ ചില ചിത്രങ്ങളാണ് അള്ളാഹു തുടർന്ന് വിവരിക്കുന്നത്. മുത്തഖിഈന ഫീഹ, അവിടെ അവര് ചാരിയിരിക്കുന്നവരാണ്, ചാരുമഞ്ചങ്ങളിൽ അവരുടെ ഇരിപ്പിടങ്ങളിൽ ചാരിയിരിക്കുന്ന അവസ്ഥ. എന്നിട്ടോ യദൂന ഫീഹ ബിഫാക്കിഹത്തിൻ കസീറത്തിൻ വശറാബ്, അവരുടെ ചാരുമഞ്ചങ്ങളിലായി ചാരി ഇരുന്നു കൊണ്ട് അവര് വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള പാനീയങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടുത്തെ അവരുടെ ജീവിത സാഹചര്യത്തിന്റെ വളരെ ശ്രദ്ധേയമായൊരു ചിത്രം. എന്ന് പറഞ്ഞാൽ അവർക്ക് നിരന്തരമായി ഏറ്റവും ആനന്ദദായകമായ വിധത്തിലുള്ള പാനീയങ്ങൾ നൽകപ്പെടുന്നു, അതുപോലെ പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു. അതൊക്കെ ചോദിച്ചും വാങ്ങിയും ഒക്കെ ആയിട്ട് ചാരുപഞ്ചങ്ങളിൽ വളരെ ആനന്ദമുള്ള ഒരവസ്ഥയിൽ ആണ് അവർ കഴിയുക. ആ ഒരു ചിത്രമാണ് ഇവിടെ അള്ളാഹു നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഇതേ വിധത്തില് ഈ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടാകുക എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് പരിചയമുള്ള ചില ജീവിത സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോ കല്യാണ ആഘോഷങ്ങള്,
അതുപോലെ എന്തെങ്കിലുമൊക്കെ കുടുംബങ്ങളുടെ ഒത്തുചേരലുകൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ, അതുപോലെ ചില വിശിഷ്ട അതിഥികളായിട്ട് ആനയിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പരിചരണവും അതുപോലെ അവിടെ സ്വീകരിക്കപ്പെടുന്ന രീതിയും ഒക്കെ, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ചിത്രങ്ങളാണ് ജീവിതത്തിൽ. അപ്പോ സമാനമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഈ പരിചയമുള്ള ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ അനുഭവങ്ങളെ കുറിച്ച് അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മുത്തഖീന ഫീഹ യദൂന ഫീഹ ബിഫാക്കിഹത്തിൻ കസീറത്തിൻ വശറാബ്. ഇവര് അവരുടെ ഇരിപ്പിടങ്ങളിലായിട്ട് ചാരി ഇരുന്നു കൊണ്ട് അവർക്ക് ഏറ്റവും അവരാഗ്രഹിക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പാനീയങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ നൽകപ്പെടാൻ വേണ്ടി അവര് ചോദിച്ചു വാങ്ങുകയാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വഇന്ദഹും ഖാസിറാത്തു ത്വർഫി അത്രാബ്. അതുപോലെ അവരുടെ ചാരത്തായി, അവരുടെ അരികത്തായിട്ട് ഖാസിറാത്തു ത്വർഫ് അത്രാബും ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അത്രാബ് എന്ന് പറഞ്ഞാല് പ്രായത്തില് ചേർച്ചയുള്ളവരായ തരുണികളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പൊ സ്വർഗം ലഭിക്കുന്ന മുത്തഖികൾക്ക് ഇണകളായിട്ട് അള്ളാഹു അവിടെ നൽകുന്നത് അവർക്ക് എല്ലാ നിലക്കും ചേർച്ചയുള്ള ഇണകളെയാണ്. അവര് ഖാസിറാത്തു ത്വർഫ് എന്ന വിധത്തിലാണ് ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഖാസിറാത്ത് ത്വർഫ് എന്നത് ലിറ്ററൽ ആയിട്ട് കണ്ണുകളുടെ നോട്ടം അല്ലെങ്കിൽ ദൃഷ്ടികൾ പരിമിതപ്പെടുത്തുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ തരുണികൾ എന്നാണ് ഈ പദം നൽകുന്ന സൂചന. ഖസറ എന്ന വാക്ക് ഖസീറൊക്കെ നമുക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പൊ ഖാസിറാത്ത് ത്വറഫ് എന്ന് പറഞ്ഞ നോട്ടം, ദൃഷ്ടി, കാഴ്ച, ഒരു ഗെയ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കാര്യങ്ങള് അല്ലെങ്കിൽ ആളുകളെ, ദൃശ്യങ്ങളെ കാണുന്ന ഒരു സംഗതി. അപ്പൊ അതിന് നിയന്ത്രണമുള്ള അല്ലെങ്കിൽ ഒരു മര്യാദയോടുകൂടി മാത്രം ആളുകളെ, ചുറ്റുപാടുകളേക്ക് നോക്കുന്ന ലജ്ജാവതികളായ തരുണികളെയാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. അത് അവരുടെ സ്വഭാവപരമായ മഹിമയാണ് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആകർഷണീയത പലയിടത്തും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ മോഡസ്റ്റി, അവരുടെ പെരുമാറ്റത്തിലുള്ള ഒരു മാന്യതയും മര്യാദയും ഒക്കെയുള്ള ആ സ്വഭാവത്തെയാണ് എടുത്തു പറയുന്നത്. അപ്പൊ അവർക്ക് അത്രാബായ ഖാസിറാത്തു ത്വറഫ്, ദൃഷ്ടികളെ നിയന്ത്രിക്കുകയും അതുപോലെ ലജ്ജാശീലം പ്രകടമാക്കുകയും ചെയ്യുന്ന, ഇവർക്ക് പ്രായത്തിൽ യോജിക്കുന്ന തരത്തിലുള്ള ഇണകളെയാണ് അള്ളാഹു അവിടെ അവർക്കായിട്ട് അവരുടെ സാന്നിധ്യത്തിലായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് നൽകപ്പെടുന്ന ഒരു സൂചന. അപ്പോ വഇന്ദഹും ഖാസുറാത്തു ത്വർഫ് അത്രാബ്. ഈ അത്രാബ് എന്നതിന്റെ അർത്ഥകൽപ്പന വ്യത്യസ്തമായ രീതിയിലാവാം. ഒന്ന്, ഈ സ്വർഗവാസികളായിട്ട് എത്തുന്ന ആളുകളുടെ അവർക്ക് അവരുടെ പ്രായത്തിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഇണകൾ എന്ന് സങ്കല്പിക്കാം. അതല്ലെങ്കിൽ ഈ ഖാസിറാത്തു ത്വർഫ് എല്ലാവരും തന്നെ ഒരേ പ്രായക്കാരായ തരുണികളാണ് എന്ന നിലക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് അർത്ഥകൽപ്പനകൾക്കും സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. മാത്രവുമല്ല, സ്വർഗസ്ഥരാവുന്ന ആളുകളുടെ പ്രായത്തെക്കുറിച്ച് പരാമർശം ഹദീസുകളിലൊക്കെ ഉണ്ട്. ആണായാലും പെണ്ണായാലും അവരുടെയൊക്കെ പ്രായം യൗവനത്തിന്റെ ഒരു ആദ്യഘട്ടം പിന്നിടുന്നതിന് മുമ്പുള്ള ആ പ്രായമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അവിടെ എല്ലാവരും തന്നെ അവരുടെ ഇണകളോട് ഏറ്റവും യോജിച്ച വിധത്തിലുള്ള പ്രായത്തിലുള്ളവരായിരിക്കും എന്ന നിലക്കുള്ള ഒരു സൂചന അത് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദാമാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. വിചാരണയുടെ നാളിനായിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് എന്നാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്. ഈ സ്വർഗീയമായ ജീവിതമാണ് വിചാരണ നടക്കുന്ന നാളിൽ നൽകപ്പെടുമെന്ന വിധത്തില് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇന്ന ഹാദ ലരിസുഖുന. ഇതൊക്കെയും തന്നെ
നാം നൽകുന്ന നമ്മുടെ വിഭവങ്ങളാണ്. മാ ലഹു മിൻ നഫാദ്, അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ശോഷണം ഉണ്ടാകും, തീർന്നു പോകും എന്നൊന്നുള്ള ആശങ്ക ആവശ്യമില്ല. നഫാദ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ ഡിപ്ലീഷൻ എന്നൊക്കെ പറയാം. അതിന് എന്തെങ്കിലും വിധത്തിൽ അതിൽ കുറവ് വരിക അല്ലെങ്കിൽ തീർന്നു പോവുക എന്നൊന്നുള്ള അവസ്ഥ അതിന് ഉണ്ടാവുകയില്ല. ഇതൊക്കെയും നമ്മുടെ അക്ഷയമായ വിഭവങ്ങളാണ്. ക്ഷയിച്ചു പോവുക, തീർന്നു പോവുക, ശോഷണം ഉണ്ടാവുക, അങ്ങനെയുള്ള സംഗതിയൊന്നും ഭയപ്പെടേണ്ടതില്ലാത്ത വിധത്തിലുള്ള നിത്യമായി സ്വർഗത്തിൽ അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് അള്ളാഹു നൽകുന്ന വിഭവങ്ങളാണ് എന്നാണ് അള്ളാഹു തുടർന്നിവിടെ വിവരിക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിലും ഒരുപക്ഷെ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ നൽകപ്പെടുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ, അതിനെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ പല പരിഹാസങ്ങളും തൊടുത്തു വിടാറുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അത്തരം ആളുകളുടെ പരിഹാസങ്ങൾ അവരിൽ നിന്ന് ഉണ്ടായി വരുന്നത് അവരുടെ ഒരു പ്രത്യേകമായ മനോഘടനയിലും മാനസികമായ അവരുടെ ഒരു ഡിസ്പോസിഷനിൽ നിന്നൊക്കെയുള്ള ഒരു സംഗതിയാണ്. അതിനെ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളുക മാത്രമേ വഴിയുള്ളൂ. മനുഷ്യന്റെ മനസ്സിലെ ഏറ്റവും അവർക്ക് മനുഷ്യന് ആനന്ദം പകരുന്ന വിധത്തിലുള്ള പല സ്വപ്നങ്ങളും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നതിന് ഓരോ ഇൻഡിവിജ്വലും ആഗ്രഹിക്കുന്നുണ്ട്, തേടുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഇവിടെ നൽകിയിരിക്കുന്ന വാഗ്ദാനം ഈ ആരെങ്കിലും അതിനെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ട് ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധിശൂന്യത മാത്രമാണ്. ഇത് നൽകുന്നതിന് അള്ളാഹു അശക്തനല്ല, ഇത് നൽകപ്പെടുന്നതിന് അവര് അനർഹരുമല്ല. അവർ അർഹിക്കുന്നത് തന്നെയാണ് ഈ സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നത്. അത് നൽകാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവും ഇല്ല. ഇത് മോഹിക്കാത്തവരല്ല മനുഷ്യരിൽ ഒരാളും തന്നെ. അത് വെളിക്ക് വന്ന് ആളുകളുടെ മുന്നിൽ പല വിധത്തിലുള്ള വീമ്പിളക്കിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരും. പക്ഷെ സ്വകാര്യതയിൽ അവരൊക്കെയും തന്നെ അത്തരം സൗഭാഗ്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ കൂടുതലൊന്നും അത് വിശദീകരിക്കപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു സ്വാദിലെ 49 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.